Hi dears, welcome to EdDream BCom online class. Today we are discussing BCOS 185 Entrepreneurship Unit 12 Mobilizing Non-Financial Resources. ഒരു entrepreneur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു he is searching new opportunities and when he finds a new opportunity he creates a business. അല്ലെ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ അവസരം എപ്പോഴാണോ എൻവയോൺമെന്റിൽ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ആ സമയത്ത് അവർ അതിനു വേണ്ട എല്ലാ റിസോഴ്സുകളും അറേഞ്ച് ചെയ്യുന്നു, ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസോഴ്സുകൾ വേണം. നമ്മൾക്കൊരു ഐഡിയ കിട്ടി, ആ ഐഡിയയെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ഒക്കെ ആക്കി അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ ഒരു പ്രാക്ടിക്കൽ ഫോമിലേക്കായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് എന്നുള്ള റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് റിസോഴ്സുകൾ ഒരു എൻ്റർപ്രണർ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റിസോഴ്സുകളെ നമ്മൾ മെയിനായി രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു: ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മൾ പറയാറുണ്ട് ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് പറയും. ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അതിൻ്റെ ജീവരക്തം പോലെ എന്ത് വേണം? ഫിനാൻസ് വേണം. എന്നാൽ ഈ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസും അതേപോലെ തന്നെയാണ്. വിത്തൗട്ട് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് എ ബിസിനസ് ഹാസ് നോ വർത്ത്. വെറും പൈസ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. ആ പൈസയോടൊപ്പം ആ പൈസ എങ്ങനെ ചെലവഴിക്കണം, അതിന് വേണ്ട ബാക്കിയുള്ള റിസോഴ്സുകളെ കൂടി കൃത്യമായി അറേഞ്ച് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിന് സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് റിസോഴ്സസ് ഫോർ സെറ്റിംഗ് അപ്പ് ആൻ എന്റർപ്രൈസ് divided into two: financial resources and non-financial resources. ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് ടേം ആയിട്ടുള്ളതുമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എങ്ങനെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ഏത് റിസോഴ്സാണ് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ളത് എന്ന് നമ്മൾക്ക് എങ്ങനെ തീരുമാനിക്കാം, ആ ബിസിനസ്സിൻ്റെ സൈസും അതിൻ്റെ ലൈഫ് ഡ്യൂറേഷനും അതിൻ്റെ ആ പർട്ടിക്കുലർ ലൈഫ് സൈക്കിൾ സ്റ്റേജും എല്ലാം നോക്കിക്കൊണ്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നോക്കുന്നത് ഇതിന് പുറമെ ഫിനാൻഷ്യൽ റിസോഴ്സസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് പുറമെ നമ്മൾക്ക് കുറച്ച് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൂടെ അസംബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പൈസ മാത്രം ഉണ്ടായാൽ പോരാ, ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് വേണം, നമ്മളുടെ കസ്റ്റമേഴ്സ് വേണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഉപദേശങ്ങൾ വേണം, ചില സമയത്ത് ലീഗൽ കൺസൾട്ടൻസിൻ്റെ അഡ്വൈസുകൾ വേണം, എക്സ്പെർട്ടുകളുടെ ഉപദേശങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് സേവനങ്ങൾ നമ്മൾക്ക് വീണ്ടും ആവശ്യമുണ്ട്. യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് സർവീസ് സെക്ടറിൻ്റെയും സേവനങ്ങൾ നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ ഒരു ബിസിനസ്സിന് ലൊക്കേഷൻ തീരുമാനിക്കണം, ബിൽഡിംഗ് സെറ്റ് ചെയ്യണം, ആ ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഒരുപാട് റിസോഴ്സുകൾ വീണ്ടും വേണം. ഫിസിക്കൽ റിസോഴ്സസ് വേണം. പിന്നെ ഓരോ ബിസിനസ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇമോഷണൽ ആയിട്ടുള്ള ചില റിസോഴ്സസിൻ്റെ മിക്സിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ട് ടു പ്രൊഡ്യൂസ് ഓർ വാട്ട് ടു ഓഫർ, എന്താണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യേണ്ടത്, ഹൗ ടു ഓഫർ, എങ്ങനെയാണ് അത് ഓഫർ ചെയ്യേണ്ടത്, അത് ഏത് ഓരോ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴും ഒരു എൻ്റർപ്രണർക്ക് മറ്റ് ഒരുപാട് പേരുടെ അല്ലെങ്കിൽ ഒരുപാട് റിസോഴ്സുകളുടെ സേവനം ആവശ്യമുണ്ട്. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് സെറ്റ് ചെയ്യണമെങ്കിൽ വെറും ഫിനാൻഷ്യൽ റിസോഴ്സസ് മാത്രം പോരാ. അപ്പോൾ ഏതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ വരുന്ന പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്തൊക്കെയാണ്? ഒരു 8 റിസോഴ്സിൻ്റെ പേരുകളാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ്, മെന്ററിംഗ് റിസോഴ്സ്, educational or knowledge resource, emotional resource, physical resource, moral resource, cultural resources,
റിലേഷണൽ റിസോഴ്സസ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് പ്രോപ്പറായി അസംബിൾ ചെയ്ത് അറേഞ്ച് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിച്ചാൽ മാത്രമേ ബിസിനസ്സിന് ഒരു ഓൺടർപ്രണർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളർച്ചയും സക്സസ്സും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിനാൻസ് എന്തായാലും ബിസിനസ്സിന് അത്യാവശ്യമാണ്. നമ്മൾ എന്ത് പറയും, അതിനെ ലൈഫ് ബ്ലഡ് ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലാതെയും ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. അപ്പൊ പ്രധാനമായും ഈ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സിൽ വരുന്നത് ഒന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്, നമ്മളെ എംപ്ലോയീസ് ആണ്. അതിനു പുറമെ നമുക്ക് പ്രൊഫഷണലി എക്സ്പേർട്ട് ആയ ആളുകളിൽ നിന്ന് അവരുടെ അഡ്വൈസുകൾ സ്വീകരിക്കേണ്ടതായി വരും. ഒരുപാട് സ്കില്ലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഡയറക്ഷൻസ്, നമ്മുടെ ഓപ്പറേഷണൽ ഫങ്ഷൻസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഹയർ ചെയ്യേണ്ടതായി വരും. പിന്നെ അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ പ്രൊഫഷണൽ പോളിസീസിനെ മനസ്സിലാക്കേണ്ടതായി വരും. നെറ്റ്വർക്കുകൾ ഉപയോഗിക്കേണ്ടതായി വരും. അപ്പൊ ഇങ്ങനെയുള്ള നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ പ്രാധാന്യം എന്താണ്? അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് എന്താ? ഇറ്റ് ഓഫർ വാല്യുബിൾ അഡ്വൈസ്. പലപ്പോഴും നമ്മൾ മെന്റർമാരുടെ സർവീസ് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണലി എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റ് ഓൺടർപ്രണേഴ്സിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നല്ല വിലയേറിയ ഉപദേശങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നു. കാരണം അവർ ആ മേഖലയിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഈ സാഹചര്യങ്ങൾ, നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മുൻപേ കൂട്ടി അറിയാം. അപ്പൊ ഇതിലെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് എൻ എന്റർപ്രണർ ഈസ് തിങ്കിങ് ഓഫ് എക്സ്പോർട്ടിങ് സം പ്രോഡക്റ്റ്. ഒരു ഓൺടർപ്രണർ അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആൾറെഡി ആ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയ എക്സ്പോർട്ടേഴ്സ് വേറെ ഉണ്ടാവും. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ എക്സ്പോർട്ടിങ് കുറച്ചുകൂടെ ഈസി ആയി മാറും. അപ്പോൾ വാല്യുബിൾ അഡ്വൈസ് കിട്ടാൻ നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ. പിന്നെ പറയുന്നത് എന്താ? ഓഫർ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടാവും നമ്മളുടെ ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമിയെ കുറിച്ചൊക്കെ നമ്മൾക്കൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കും. അതേസമയം ഇതേ കാര്യം വേറൊരാളോട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ അങ്ങനെ എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ പ്രോബ്ലം സോൾവിങ് പെർസ്പെക്റ്റീവ്സ്, കാഴ്ചപ്പാടുകൾ നമ്മൾക്ക് കിട്ടും. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പുതിയ പുതിയ ആശയങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ അഭിപ്രായങ്ങൾ അവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു എഫക്റ്റീവായിട്ട് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഒരു ന്യൂ ബിസിനസ് ഓണർ, അദ്ദേഹത്തിന് ഓരോ ഓപ്പർച്യൂണിറ്റീസും വരുമ്പോൾ അതിൽ ത്രെഡ്സ് ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സിലുള്ള എന്തൊക്കെ ത്രെഡ്സുകളെയാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതുപോലെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ മെന്റേഴ്സോ അല്ലെങ്കിൽ അതേ ബിസിനസ് ലൈനിലെ എക്സ്പേർട്ട് ആയ ആളുകളോ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരും. നമ്മളെക്കാൾ കൂടുതലായി, നമ്മൾ പുതിയൊരാളാണ്, നമ്മളെക്കാൾ കൂടുതലായി അവർക്ക് ആ മേഖലയിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമതായി പറയുന്നത് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് സ്കിൽസ്. ഏതൊരു വർക്കും കൃത്യമായി നല്ല എഫക്റ്റീവായി ചെയ്തു തീർക്കണമെങ്കിൽ നമ്മൾക്ക് അതിന് നല്ല സ്കില്ല് വേണം. അപ്പോൾ ആ നൈപുണ്യ ശൈലി നമ്മൾക്ക് പേഴ്സണലി കുറച്ച് നമ്മുടെ ഓൺടർപ്രണർക്ക് ഉണ്ടായിരിക്കും. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നോവേറ്റീവ് തിങ്കർ ആയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുക എന്ന് തീരുമാനിക്കുന്നത് തന്നെ. പക്ഷെ അത് ഒന്നുകൂടെ വികസിപ്പിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെ പ്രസൻസ് നമ്മളെ സഹായിക്കും. അവരുടെ ഉപദേശങ്ങൾ വാങ്ങിക്കുക, അതുപോലെ തന്നെ ഇവന്റുകളിലൊക്കെ ഇൻഡസ്ട്രി ഇവന്റുകളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്കില്ല് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഇതിലെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്,
ഇപ്പോൾ if suppliers are complaining that they are not able to understand the directions given by the entrepreneur, അതായത് നമ്മുടെ പുതിയ എൻ്റർപ്രണർ ഒരുപാട് ആശയങ്ങളൊക്കെ ആയി വന്നുകൊണ്ട് നമ്മുടെ സപ്ലയേഴ്സിനോട് ഇങ്ങനെ പറയാണ്, എനിക്ക് ആ രീതിയിലുള്ള പ്രൊഡക്റ്റ് വേണം, അതിന് ഇത്ര സവിശേഷതകൾ വേണം, ഏതെങ്കിലും പർട്ടിക്കുലർ ഫീച്ചേഴ്സ് വേണം എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇയാളൊരു പുതിയ ആളായതുകൊണ്ട് ഇയാളുടെ ആശയങ്ങൾ വ്യക്തമാവാത്തത് കൊണ്ടും സപ്ലയേഴ്സിന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടില്ല. അവർക്ക് കംപ്ലയിൻസ് ഉണ്ടാവും, പരാതികൾ ഉണ്ടാവും. ആ സമയത്ത് അവിടെ ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ ആ മെൻറ്റർക്ക് ഈ കാര്യം ഒന്നുകൂടെ നന്നായി വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. അതിലൂടെ നമ്മളുടെ ഓൺട്രപ്രണറുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാനും കഴിയും. അതായത് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം എന്നുള്ളത് മെൻറ്റർ കൃത്യമായി നമ്മളുടെ ഓൺട്രപ്രണറിന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ നാലാമതായി പറയുന്നത് ഹെൽപ്സ് ഇൻ എക്സ്പാൻഡിങ് നെറ്റ്വർക്ക്. നമ്മൾക്ക് ഒരുപാട് കണക്ഷൻസ് വേണം. പ്രോഡക്ട്സ് ഏതോ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള പ്രോഡക്റ്റ് വാങ്ങി നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നെറ്റ്വർക്ക് വേണം. അപ്പൊ ഈ കോണ്ടാക്റ്റുകൾ പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സിനെ കുറിച്ച് അത്രയൊന്നും അധികം അറിയുന്നുണ്ടാവില്ല. കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നല്ലാതെ. അപ്പോൾ ആ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ ആ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനും അത് ഉപയോഗിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. കോ ഫൗണ്ടേഴ്സിന്റെ സഹായത്തോടു കൂടി നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ദെൻ ഹെൽപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വ്യക്തി പരിഹാരം കാണുന്നതും കോ ഫൗണ്ടേഴ്സിനോട് ചർച്ച ചെയ്ത ഒരു പരിഹാരം കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ഏറ്റവും നല്ല സൊല്യൂഷനിലേക്ക് എത്താൻ നമ്മൾക്ക് കഴിയുന്നു. ദെൻ അടുത്തത് എന്താ പറയുന്നത്? ഹെൽപ്സ് ഇൻ ബഡ്ഡിംഗ് എന്റർപ്രണേഴ്സ് ഇൻ ഇന്നോവേഷൻ. ബഡ്ഡിംഗ് എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സ്റ്റേജിലുള്ള എന്റർപ്രണേഴ്സ് ആണ്. അവരിങ്ങനെ നവീന ആശയങ്ങളുമായി ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ ആ ഇന്നോവേഷൻ, അവരെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ആശയമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ ഇന്നോവേഷൻ കൃത്യമായി നടപ്പിലാക്കാൻ, അതിനെ റിഫൈൻ ചെയ്തിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കി വേണ്ട രീതിയിൽ അതിനെ കൃത്യമായി ഒരു റിഫൈൻഡ് പ്രോസസ്സിലൂടെ നല്ലൊരു ആശയമാക്കി തീർക്കാൻ ഈ എക്സ്പേർട്ടുകളുടെ അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ സഹായം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അവർക്ക് ആ ബഡ്ഡിങ് സ്റ്റേജിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ ആ ഇക്കോണമിയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചും ഏത് മാർക്കറ്റാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, ആ മാർക്കറ്റിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തെല്ലാം സ്ട്രാറ്റജി ഫോളോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും എല്ലാമുള്ള ഉപദേശങ്ങൾ നമ്മുടെ ബഡ്ഡിങ് എന്റർപ്രണേഴ്സിന് നമ്മുടെ എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്നും മെന്റേഴ്സിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കാം. ദെൻ ഏഴാമതായി പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ട്രെൻഡ് ഓഫ് ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ പ്രിവെയിൽ ചെയ്യുന്ന ട്രെൻഡ് എന്താണ് എന്നുള്ളത്. നമ്മളിപ്പോൾ ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ആൾറെഡി അവിടെ നിൽക്കുന്ന ആളുകളാണ്, എക്സ്പീരിയൻസുള്ള ആളുകളാണ് മറ്റ് ബിസിനസ്സുകാർ അല്ലെങ്കിൽ നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റേഴ്സ്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായം കിട്ടും. അവരുടെ ഉപദേശങ്ങളിലൂടെ നമ്മൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും, അവിടെയുള്ള ട്രെൻഡ് എന്താണ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഏതൊരു ബിസിനസ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആപ്റ്റ് ടൈമിലുള്ള ഡിസിഷനാണ്. ഏറ്റവും നല്ല തീരുമാനം കൃത്യമായ ഉചിതമായ സമയത്ത് നമ്മൾ എടുക്കണം. കുറേ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വളരെ മുൻപേ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. അങ്ങനെ കപ്പാസിറ്റി വേണമെങ്കിൽ നമ്മൾക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് നല്ല നോളജ് വേണം. ഓരോ സന്ദർഭത്തിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പുതിയ സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ഏറ്റവും പുതിയൊരാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള എക്സ്പേർട്സ് എന്ന് പറയുന്നത് അവരെ എത്രയോ സാഹചര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പം അവർക്ക് കൃത്യമായി ഈ അവസ്ഥയെ, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ നമ്മളുടെ ചിന്തകളും അവരുടെ എക്സ്പേർട്ടൈസും നോളജും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുന്നു. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിലെല്ലാത്തിലും നമ്മൾ പറഞ്ഞു എക്സ്പേർട്ടുകളുടെ അഡ്വൈസ് ഏറ്റവും യൂസ്ഫുൾ ആണ്.
ആ എക്സ്പീരിയൻസിൽ ആളുകളുടെ ടെക്നോളജിക്കൽ നോളജോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഷെയർ ചെയ്ത് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും എന്തല്ല, ഫ്രീ അല്ല. നമ്മൾക്ക് ആരുടെ സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സ് ആണെങ്കിൽ അതിന് പലിശ കൊടുക്കണം. അതേപോലെ ഇവരുടെ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ് ചെയ്യുമ്പോൾ അവരുടേതായ ഫീസുകളും പേയ്മെന്റുകളും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പോലെ വേണം ഫിനാൻഷ്യൽ ആണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലും റിസോഴ്സസ് അറേഞ്ച് ചെയ്യേണ്ടത്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് നമ്മൾ പറഞ്ഞു, ഒരു ബിസിനസ് എന്റർപ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി വരുന്ന എലമെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ് എന്റർപ്രൈസിലുള്ള ആക്റ്റീവായിട്ടുള്ള എലമെന്റ്സ് ആണ്. ബാക്കി എല്ലാ റിസോഴ്സസും, ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിക്കോട്ടെ, റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൽഡിങ്, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അതെല്ലാം പാസീവായിട്ടുള്ള റിസോഴ്സുകളാണ്. മണി ആണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതെല്ലാം പാസീവ് റിസോഴ്സസ് ആണ്. ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ആകെയുള്ളൊരു റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ ഈ പാസീവ് റിസോഴ്സുകളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അവിടെ എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സസ് വേണം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എംപ്ലോയീസ് മാത്രമല്ല വരുന്നത്, വേറെയും ഒരുപാട് ടൈപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ഥാപനത്തിലെ വർക്ക് ഫോഴ്സ് ആണ്. നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാലൻറ്റഡ് ആയതും ടാലൻറ്റഡ് അല്ലാത്തതുമായ എംപ്ലോയീസിൻ്റെ എഫേർട്സ് ആണ് ഈ ഹ്യൂമൻ റിസോഴ്സിലെ എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ചില സാഹചര്യങ്ങളിൽ ഒരു ഓണ്ടർപ്രണർ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരും. കാരണം ടാലൻറ്റഡ് ആൻഡ് എക്സ്പീരിയൻസ് എംപ്ലോയീസിന് ചിലപ്പോൾ ഹൈ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായി വരും. ആ ഹൈ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ കോസ്റ്റ് എന്നുള്ള ആ ഒരു എലമെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ഗുഡ് ഓണ്ടർപ്രണർ ചെയ്യേണ്ടത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ലേബറേഴ്സിന്റെ അല്ലെങ്കിൽ ടാലന്റഡ് എംപ്ലോയീസിന് കുറച്ച് ഹയർ പേയ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഈ ബിസിനസ്സിന് കൃത്യമായി നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അവരുടെ സേവനം അത്യാവശ്യമായിരിക്കും. നമ്മൾ അവിടെ പേയ്മെന്റ് കുറയ്ക്കാൻ, നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു എംപ്ലോയിയെ വെച്ച് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ എംപ്ലോയീസിനെ അസൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമ്മൾ അതിന്റെ ടാലന്റിന് സ്കില്ലുള്ള ആളുകൾ വേണമെങ്കിൽ അവരെ തന്നെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എംപ്ലോയീസ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെൻഡേഴ്സ് ആണ്. Vendors എന്ന് പറയുമ്പോൾ they are the persons who ultimately sell the goods to customers. They have direct contact with our targeted customers. നമ്മൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റിലുള്ള ആളുകളാണ് വെൻഡേഴ്സ്. അവരാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ വിറ്റ് നമ്മൾക്കുള്ള വരുമാനം ഉണ്ടാക്കി തരുന്ന ആളുകൾ. അപ്പോൾ വെൻഡേഴ്സുമായി നമ്മൾ എപ്പോഴും നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് വെൻഡേഴ്സ് ആണ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ അവരുടെ കൃത്യമായ റെസ്പോൺസുകൾ അറിഞ്ഞാലേ എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ വരുത്തേണ്ടത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വേ ഓഫ് സർവീസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വെൻഡേഴ്സുമായും നമ്മുടെ ഓൺട്രപ്രണർ എല്ലായ്പ്പോഴും നല്ലൊരു ഗുഡ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ മൂന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് എലമെന്റ് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ആണ്. ബാങ്കർമാര് മെയിനായിട്ട് വരുന്നത് നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്ക് തന്നെ. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ മെയിനായി നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ ചെറിയ ചെറിയ വായ്പകളൊക്കെ കിട്ടാനും വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്ക്സിന്റെ അസിസ്റ്റൻസ് ആണ്. ലോങ് ടേം ഫണ്ട് കളക്ട് ചെയ്യാനൊക്കെ ചില സമയത്ത് മറ്റ് ബാങ്കുകളുടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സർവീസുകൾ നമ്മൾ അവൈൽ ചെയ്യാറുണ്ട്. എങ്കിൽ കൂടിയും കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് വളരെയധികം ഓരോ ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും സഹായിക്കുന്നത്. പല രീതിയിലുള്ള ക്യാപിറ്റൽ അസിസ്റ്റൻസ് നൽകും. അതേപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചെറിയ ചെറിയ ലോണുകൾ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻ നെറ്റ്വർക്കിംഗ് ഹെൽപ്പുകൾ,
എല്ലാം നമ്മുടെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരിട്ടിട്ട് ഫിനാൻസ് തരാതെ ഷോർട്ട് ടേം ലോൺ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾക്ക് നമ്മളുടെ വർക്കിംഗ് സ്റ്റോക്കിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ തരും. ആ ക്യാഷ് ആയിട്ട് ഡയറക്റ്റ് അസിസ്റ്റൻസ് നൽകുന്നതിന് പുറമെ പലപ്പോഴും ക്രെഡിറ്റ് ഗ്യാരണ്ടറായി വർക്ക് ചെയ്യാറുണ്ട്. നമ്മളുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടിയെ മറ്റുള്ളവർക്ക് ഒരു ഗ്യാരണ്ടിയായി നമ്മുടെ ബാങ്ക് വർത്തിക്കുന്നു. അതിന് വേണ്ട ലെറ്ററുകളൊക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി പല രീതിയിലുള്ള അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് നൽകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ നെറ്റ്വർക്കുകളുടെ റിലേഷൻ, നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടാൻ വേണ്ടിയും, അതേപോലെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ബാങ്കിങ് പോളിസികൾ മാറുമ്പോൾ അത് ഇക്കോണമിയെ പല രീതിയിൽ ബാധിക്കും. ആ ഇക്കണോമിയിലെ ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകാൻ നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിന് കഴിയാറുണ്ട്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റ് ബാങ്കേഴ്സിൻ്റെ സേവനങ്ങളും നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അത്ര അധികം അറിയുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ അഡ്വൈസുകൾ ബാങ്കേഴ്സിന് നൽകാൻ കഴിയും. അതിലൂടെ നമ്മൾക്ക് മിസ്മാനേജ്മെന്റ് ഓഫ് ഫണ്ട്സ് ഒഴിവാക്കാൻ കഴിയും. പിന്നെ വരുന്നത് ഒരു ഗ്രൂപ്പാണ് സപ്ലയേഴ്സ്. നമ്മൾക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ട്. നമ്മൾ വെൻഡേഴ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു ഗ്രൂപ്പാണ് സപ്ലയേഴ്സ്. നമ്മൾക്ക് ആവശ്യമുള്ള ഓരോ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരും. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റ് റെഗുലറായി നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് സപ്ലയേഴ്സ്. അപ്പൊ അവരുമായി നമ്മൾ എല്ലായ്പ്പോഴും ഗുഡ് കമ്മ്യൂണിക്കേഷൻ വേണം, ഗുഡ് റിലേഷൻ വേണം. കാരണം പലപ്പോഴും സപ്ലയേഴ്സ് ആണ് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രോഡക്റ്റ് എത്തിച്ചു തരുന്നത്. അതിലൊരു ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കൃത്യമായ സമയത്ത് സപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പൊ കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് വിട്ട് കോമ്പറ്റേറ്റേഴ്സിലേക്ക് പോകും. അപ്പൊ കൃത്യമായി ഓർഡർ നൽകാനും നമ്മൾക്ക് യുണീക്ക് ആയിട്ടുള്ള നമ്മൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പോൾ സ്പെഷ്യാലിറ്റി ഉള്ള യുണീക്ക് ആൻഡ് സ്പെഷ്യൽ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ നമ്മൾ സപ്ലയേഴ്സുമായി എപ്പോഴും ക്ലോസ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എംപ്ലോയീസ്, വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കേഴ്സ്. പിന്നെ വരുന്ന ആളുകളാണ് ഒന്ന് കസ്റ്റമേഴ്സ്. നമ്മുടെ ടാർഗറ്റ് ആണ് ഡിലൈറ്റഡ് കസ്റ്റമേഴ്സ്. എന്താണോ അവരുടെ ആവശ്യം ആ പ്രൊഡക്റ്റ് വേണം നമ്മൾ ഓഫർ ചെയ്യാൻ. അതിന് റെഗുലറായി നമ്മൾ മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം, മാർക്കറ്റ് അനാലിസിസ് നടത്തണം, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. അവർക്ക് ഇനിയും എന്താണ് വേണ്ടത്, നമ്മളുടെ ഇപ്പോൾ കൊടുക്കുന്ന പ്രോഡക്ട്സിൽ അവർ ഫേവറബിൾ ഫീഡ്ബാക്ക് ആണോ തരുന്നത്, അതോ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഉണ്ടോ, ഇതെല്ലാം നോക്കി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ വ്യത്യാസങ്ങൾ വരുത്തണം. കാരണം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥാപനത്തിലെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നൽകണമെങ്കിൽ നമ്മൾ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ മാക്സിമം ഡിലൈറ്റഡ് ആയി കീപ്പ് ചെയ്യണം. അങ്ങനെ ഡിലൈറ്റഡ് ആയി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യമുള്ളത് ആ പ്രോഡക്റ്റ് അവരുടെ സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പോൾ കസ്റ്റമേഴ്സുമായും നമ്മൾ കൃത്യമായി നല്ല രീതിയിലുള്ള കോണ്ടാക്ട് വേണം. അവരുമായി അവരുടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ അടുത്ത ഗ്രൂപ്പാണ് മെന്റേഴ്സ്. നമുക്ക് കൃത്യമായി ഉപദേശങ്ങളൊക്കെ നൽകുന്ന എക്സ്പേർട്ടുകൾ, എക്സ്പേർട്ട് ഗൈഡൻസ് ഒക്കെ കിട്ടുന്ന ആളുകളാണ് മെന്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. പിന്നെ വരുന്നത് കോ ഫൗണ്ടേഴ്സ് ആണ്. കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നമ്മളെ പോലെ തന്നെയുള്ള മറ്റ് വ്യക്തികൾ നമ്മളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഹു അക്കമ്പനീസ് ദ ഫൗണ്ടർ. നമ്മളുടെ ബിസിനസ് ഫൗണ്ടറിനെ ഒപ്പം അയാളുടെ കൂടെ നിന്ന് എല്ലാ എഫേർട്ടുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണ് കോ ഫൗണ്ടേഴ്സ്. കാരണം നമ്മുടെ റിസ്ക് ഷെയർ ചെയ്യാനും നമ്മുടെ പോളിസികൾ ഫോം ചെയ്യാനും ബിസിനസ് ഓപ്പറേഷൻസ് ഡിസൈൻ ചെയ്യുന്നതിലും
ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ് കളക്ട് ചെയ്യുന്നതിലും എല്ലാം ഓണറുടെ കൂടെ അല്ലെങ്കിൽ ഫൗണ്ടറുടെ കൂടെ അതേപോലെ നിൽക്കുന്ന മറ്റ് സഹ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, അവരുമായും നല്ലൊരു റിലേഷൻ നമ്മൾക്ക് വേണം. ഇപ്പൊ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ഫേസ്ബുക്ക് ഡിഫൈൻ ചെയ്തത് ആരാ? മാർക്ക് സുക്കർബർഗ് ആണ് അല്ലെ. അദ്ദേഹം ആദ്യം ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഐഡിയ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിരുന്നത്. അവരുടെ ക്ലാസ് റൂമിലുള്ളവർ അല്ലെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആശയം അദ്ദേഹം ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലുള്ള ബാക്കി വിദ്യാർത്ഥികൾ കൂടി ഇദ്ദേഹത്തിന്റെ കൂടെ സഹകരിച്ച് വർക്ക് ചെയ്താണ് യൂണിവേഴ്സൽ ലെവലില് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ അവർ കോ ഫൗണ്ടേഴ്സ് ആയി പ്രവർത്തിക്കാൻ റെഡിയായി. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം അവിടെ കുറച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ വേറെയും കുറച്ച് പേർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ പ്രവർത്തനം വളരെ ഈസിയാവും. അപ്പൊ നമ്മൾക്ക് കോ ഫൗണ്ടേഴ്സുമായും നല്ല രീതിയിലുള്ള റിലേഷൻ വേണം. അവരെ കൃത്യമായി ഉപയോഗിക്കാനും നമ്മൾക്കറിയണം. റിസ്ക് ആൻഡ് റിട്ടേൺ ഷെയർ ചെയ്യുന്നതിൽ അവരെ പരിഗണിക്കുകയും വേണം. പിന്നെ അടുത്തതായി പറയുന്നത് എന്താ? എക്സ്പെർട്ട് ഗൈഡൻസ് ആണ്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു റിസോഴ്സ് ആണ് എക്സ്പെർട്ട് ഗൈഡൻസ്. ഇതൊന്നും നമ്മൾക്ക് ഒരു ബിൽഡിംഗ് കാണിച്ചു കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ 20 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെയോ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന റിസോഴ്സുകളല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമ്മൾക്ക് പ്രവർത്തിക്കാനും കഴിയില്ല. ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അഡ്വൈസുകൾ സ്വീകരിക്കുന്നത് പല റിസ്കുകളെയും ഒഴിവാക്കാൻ നമ്മുടെ ഓൺട്രപ്രണേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോൾ ടാക്സ് കൺസൾട്ടന്റുമാരുടെ ഉപദേശമാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളുടെ ഉപദേശമാവാം, ബാങ്കേഴ്സിന്റെ ആവാം, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെയോ ലോയേഴ്സിന്റെയോ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെയോ ഒക്കെ ഉപദേശങ്ങൾ നമ്മൾക്ക് ആവശ്യമായി എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും അദ്ദേഹം ഓഫർ ചെയ്യുന്ന സർവീസിന്റെ നവീനമായിട്ടുള്ള ശൈലിയെ കുറിച്ചും എല്ലാം അറിയുന്നുണ്ടാവും. നല്ല നോളജ് ഉണ്ട്, നല്ല ഡിഗ്രി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ചോ ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചോ അദ്ദേഹത്തിന് അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹം ആ മേഖലയിൽ ഒരു പരാജയമാവും. കാരണം ഇന്ത്യയിൽ ബിസിനസ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവും. എന്നാൽ ഫോറിൻ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, അവിടെ എങ്ങനെയുള്ള പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എങ്കിൽ ആ വിവരമില്ലായ്മ മാത്രം അസറ്റായി വെച്ചുകൊണ്ട് ഒരു ബ്രാഞ്ച് ഫോറിനിൽ തുടങ്ങിയാൽ അത് പരാജയപ്പെടുകയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമുള്ള ആളുകളിൽ നിന്ന് കൃത്യമായ അഡ്വൈസുകൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ആ നോളജ് ഗൈഡൻസ് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാവുമ്പോൾ നമ്മൾ മറ്റ് റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്തത് ഈ ഒരു റിസോഴ്സും കൂടെ കൂട്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ ഏതൊരു ഓൺട്രപ്രണർക്കും കഴിയും. അപ്പോൾ വെറും ഫിനാൻസ് മാത്രം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ബിസിനസ്സിന് സക്സസ് ഉണ്ടാവില്ല. ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ കൂടെ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസും നമ്മൾ കൃത്യമായി അപ്ലൈ ചെയ്യണം. അപ്പൊ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സിലെ ഫസ്റ്റ് എലമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സ്. അതിൽ വരുന്നത് എംപ്ലോയീസ്, വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കേഴ്സ്, കസ്റ്റമേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, എക്സ്പെർട്ട് ഗൈഡൻസ്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകളിൽ ഹ്യൂമൻ റിസോഴ്സ് കഴിഞ്ഞാൽ അടുത്ത എലമെൻ്റായി വരുന്നതാണ് മെൻറ്ററിങ് റിസോഴ്സസ്. മെൻറ്ററിങ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ഓൺട്രപ്രണർ അദ്ദേഹം ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ആ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിലും ബിസിനസ് കുറച്ചൊക്കെ ഗ്രോ ചെയ്ത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ആ എക്സ്പാൻഷൻ സ്റ്റേജിലാണെങ്കിലും ഓൺട്രപ്രണേഴ്സിന് ടൈംലി അഡ്വൈസുകൾ പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്.
അതായത് ആ മേഖലയിലുള്ള സീനിയർ എക്സ്പേർട്ടുകളുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ ആളുകളുടെ ഉപദേശങ്ങൾ കൃത്യസമയത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ആ മേഖലയിൽ കൃത്യമായി സക്സസ് നേടിയെടുക്കാൻ നമ്മുടെ ഓൺട്രപ്രണേഴ്സിന് കഴിയും. അങ്ങനെ മെൻറ്ററിങ് സർവീസ് എന്ന് പറയുന്ന ആ റിസോഴ്സ് അത് ചിലപ്പോൾ ഹൈലി പെയ്ഡ് സർവീസൊക്കെ ആയിരിക്കും, എങ്കിൽ കൂടിയും ബിസിനസ്സിന് ബാക്കി എല്ലാ റിസോഴ്സും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചില സമയങ്ങളിൽ കൃത്യമായ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു കാര്യം നമ്മൾക്കറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ കഴിവുള്ള ആളുകളാണ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻറ്റേഴ്സിന് 2 സ്റ്റേജിലാണ് നമ്മൾക്ക് ആവശ്യം വരുന്നത്. സ്റ്റാർട്ടപ്പ് മെൻറ്റേഴ്സും അതുപോലെ എക്സ്പാൻഷൻ സ്റ്റേജിലുള്ള മെൻറ്റേഴ്സും. സ്റ്റാർട്ടപ്പ് മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓൺട്രപ്രണർ ഏറ്റവും പുതിയതായി ഒരു ബിസിനസ് ആശയവുമായി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എല്ലാ റിസോഴ്സുകളും കളക്ട് ചെയ്ത് വെച്ച് ആ ഒരു ബിസിനസ് ഐഡിയയെ പ്രാക്ടീസാക്കി മാറ്റാൻ തുടങ്ങുന്ന ആ ഫസ്റ്റ് സ്റ്റേജാണ്. അവിടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മെൻറ്ററിങ് സർവീസ് എന്ന് പറയുന്നത് സർവീസ് ഓഫ് പ്രൊഫഷണൽസ് ആണ്, ഓർ എക്സ്പേർട്ട് ഓഫ് ഇൻഡസ്ട്രീസ്. നമ്മളുടെ ആ ഇൻഡസ്ട്രിയൽ മേഖല, നമ്മുടെ പ്രോഡക്റ്റ് ഏത് ഇൻഡസ്ട്രിയൽ കാറ്റഗറിയിലാണോ വരുന്നത് ആ ഇൻഡസ്ട്രി മേഖലയിലുള്ള ഏറ്റവും എക്സ്പേർട്ടായ ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ ഉപദേശങ്ങളാണ് നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ആ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അത്തരം മെൻറ്റേഴ്സിൻ്റെ സേവനങ്ങളാണ്. അതേപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഒക്കെ നൽകുന്ന ആളുകളുണ്ടാവും, നമ്മളുടെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സൊക്കെ. അപ്പോൾ ആ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെയോ ഒക്കെ മെൻറ്ററിങ് സർവീസ് നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം അവിടെ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവർക്ക് ഈ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളാണ്, അവരതിൽ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ സർവീസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യണമെങ്കിൽ ആ മേഖലയിലുള്ള സീനിയർ ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെയോ അഡ്വൈസ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ സ്വീകരിക്കാം. അത് ഏത് മേഖലയെക്കുറിച്ചിട്ടുള്ള കാര്യത്തിനുമാവാം. അതായത് നമ്മുടെ മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ്, ബിസിനസ് ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ടെക്നിക്കൽ നോഹൗ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇങ്ങനെയുള്ള ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമ്മൾക്ക് ഇത്തരം മെൻറ്റേഴ്സിൻ്റെ സേവനങ്ങൾ ആവശ്യപ്പെടാം. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. കാരണം അവർക്ക് എന്തുണ്ട്, അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ്, ആ മേഖലയിൽ എത്രയോ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ആ ഇൻഫർമേഷൻ ഷെയറിങ് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന അഡ്വൈസിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരു എൻ്റർപ്രണർക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഫസ്റ്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞു, ബിസിനസ്സിൽ അത്യാവശ്യം നമ്മൾ കസ്റ്റമേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഷെയറൊക്കെ അച്ചീവ് ചെയ്തു, നമ്മളിങ്ങനെ ബിസിനസ് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക. നമ്മുടെ എൻ്റർപ്രണേഴ്സിന് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ആ എക്സ്പാൻഷൻ സ്റ്റേജിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഏത് മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്? സീനിയർ എക്സ്പേർട്സ്. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായിട്ടുള്ള സീനിയേഴ്സിൽ നിന്നാണ് നമ്മൾക്കപ്പോൾ അഡ്വൈസ് സ്വീകരിക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. കാരണം അവർ ആ സ്റ്റേജൊക്കെ എന്നോ കടന്നു പോയവരായിരിക്കും. നമ്മളുടെ ബിസിനസ് മേഖലയിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അവർക്ക് കൃത്യമായി ആ ബിസിനസ് എൻ്റർപ്രൈസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ മെൻറ്റേഴ്സിന് they can validate the business offerings in the market. നമ്മുടെ മാർക്കറ്റിൽ എന്തെല്ലാം എത്ര നല്ല നല്ല അവസരങ്ങളാണ് നമ്മുടെ ബിസിനസ്സിന് ഇപ്പോൾ ഉള്ളത്, ആ മാർക്കറ്റ് ഓഫറിങ്സ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിലയിരുത്തി നമ്മുടെ ബിസിനസ്സുകാർക്ക് പറഞ്ഞു തരാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഓഫറിങ്സ് നൽകുന്നുണ്ടാവും, നമ്മുടെ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ടാവും, കസ്റ്റമേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ആ മാർക്കറ്റിൽ ആക്റ്റീവ് ആണ്.
പക്ഷേ ആ മാർക്കറ്റിൽ നമ്മൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഏറ്റവും നന്നായി നമ്മളെക്കാൾ കൂടുതൽ വാലിഡേറ്റ് ചെയ്യാൻ, അതിനെ അനാലിസിസ് നടത്തി വിലയിരുത്താൻ കഴിയുന്നത് ഇത്തരം സീനിയർ എക്സ്പേർട്സിനാണ്. അപ്പം നമ്മളൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഫണ്ടൊക്കെ എക്സ്ട്രാ റേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള ഉപദേശങ്ങളും ഫണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെ സഹായിക്കും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ സഹായിക്കും. അപ്പോൾ എക്സ്പാൻഷൻ സ്റ്റേജിൽ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള എക്സ്പേർട്ടുകളുടെ അഡ്വൈസുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് മെൻറ്ററിങ് സർവീസ് ഉപയോഗിക്കാം, എക്സ്പാൻഷൻ സ്റ്റേജിലും മെൻറ്ററിങ് സർവീസ് ഉപയോഗിക്കാം. ഈ മെൻറ്ററിങ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നോ, നമ്മുടെ സീനിയർ എക്സ്പേർട്സിൽ നിന്നോ, ലോയേഴ്സിൽ നിന്നോ, ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ നിന്നോ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിൽ നിന്നോ, ആരിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മെൻറ്ററിങ് സർവീസിൻ്റെ എഫക്റ്റീവ്നെസ്സിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. ഒരു ഗുഡ് മെൻറ്ററെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാം. എന്നാൽ നമ്മൾക്ക് മെൻറ്ററിങ് സർവീസ് തരുന്ന ആൾ നമ്മുടെ സിറ്റുവേഷൻ ഓപ്പോസിറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ ബിസിനസ് ബാക്കി എന്ത് റിസോഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ പരാജയപ്പെട്ടു എന്നും വരാം. അപ്പോൾ ഒരു മെൻറ്ററെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ട ക്വാളിറ്റീസ്, ഒരു മെൻറ്റർക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഗുഡ് മെൻറ്റർ ആവണമെങ്കിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഹീ ഷുഡ് ബി ആക്സസിബിൾ മോസ്റ്റ് ഓഫ് ദി ടൈംസ്. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അവരുടെ സേവനം ലഭ്യമായിരിക്കണം. നമുക്ക് അർജൻറ്റായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം അറിയാനുണ്ട്, നമ്മൾ ഫോൺ ചെയ്തു, ഫോൺ എടുക്കുകയില്ല എന്ന് വിചാരിക്കാം. ഒരാഴ്ച കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ ആണ് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്ന ഒരു മെൻറ്ററാണെങ്കിൽ നമ്മൾക്ക് അവരെ കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം കൃത്യമായി ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് അവരുടെ സർവീസ് കിട്ടണം. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ആക്സസിബിളായ ആളായിരിക്കണം നമ്മളുടെ മെൻറ്റർ. രണ്ടാമതായി പറയുന്നത് ഷീ ഷുഡ് ഹാവ് വാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇൻഡസ്ട്രി. നമുക്ക് വെറുതെ ഒരു മെൻറ്ററെ കിട്ടിയാൽ പോരാ, നമ്മുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായ നോളജ് ഉള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം നമ്മളുടെ മെൻറ്റർ. അപ്പോഴാണ് നമ്മൾ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന ഒരു സൊല്യൂഷൻ അവർ തരണം. നമ്മുടെ മെൻറ്ററാണ് നമ്മൾക്ക് സൊല്യൂഷൻ നൽകേണ്ടത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾക്ക് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ദെൻ അടുത്തതായി പറയുന്നത് ഷീ ഷുഡ് ബി പാഷനേറ്റ്. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നല്ല ആത്മാർത്ഥതയുള്ള ആളായിരിക്കണം. അതായത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യാം. ചിലപ്പോൾ അയാൾക്ക് അറിയുന്നുണ്ടാവും, അയാൾക്കത് പറഞ്ഞു തരാൻ ഒഴിവില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു മൂഡില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന മെൻറ്ററാണെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ദെൻ ഷീ ഷുഡ് ബി ആൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ആളായിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ സപ്ലയേഴ്സിന് നമ്മുടെ ഓൺട്രപ്രണർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മെൻറ്റേഴ്സാണ്. അപ്പോൾ മെൻറ്റർക്ക് നല്ല രീതിയിലുള്ള ആശയവിനിമയ ശക്തി വേണം, അല്ലെങ്കിൽ ഭാഷാവിനിമയം വേണം. എന്താണ് ഓൺട്രപ്രണർ ഉദ്ദേശിക്കുന്നത് എന്ന് ആ കേൾക്കുന്ന ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ടായിരിക്കണം. ദെൻ അടുത്തതായി പറയുന്നത് എന്താ? ഷീ ഷുഡ് ബി ഏബിൾ ടു ഫോർസീ ചാലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്. മുൻകൂട്ടി കാണാൻ കഴിയണം നമ്മുടെ ഓൺട്രപ്രണർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് വിചാരിക്കാം, അത് നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കും, അതിന് നമ്മൾ എന്ത് രീതിയിലുള്ള റെമഡിയൽ ആക്ഷനാണ് എടുക്കേണ്ടത്, ആ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾക്കറിയണം. നമ്മൾ ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചുകൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി കാണാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഹീ ഷുഡ് ബി ഏബിൾ ടു സജസ്റ്റ് യു എ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ചാലഞ്ചസും വെല്ലുവിളികളൊക്കെ മുൻകൂട്ടി നേരിടാൻ, അല്ലെങ്കിൽ അത് കാണാൻ കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ നേരിടാൻ ഏത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അവർക്ക് കഴിയണം. നമ്മുടെ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ആക്ഷൻ എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു തരാൻ കഴിയണം. ദെൻ ഷീ ഷുഡ് ബി എ ഗുഡ് ക്രിട്ടിക് ആസ് വെൽ.
കൃത്യമായി കാര്യങ്ങളെ നിരൂപണാത്മകമായി വിലയിരുത്താൻ കഴിയണം. അതായത് നല്ലതിനെ നല്ലത് എന്നും കുറ്റങ്ങളെ കുറ്റങ്ങൾ എന്നുള്ള രീതിയിലും കണക്കാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഗുഡ് മെൻറ്റർ. പിന്നെ അടുത്തതായിട്ട് എന്താ പറയുന്നത്, ഷീ ഷുഡ് ബി ട്രസ്റ്റ് വർത്തി, നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളാവണം. അപ്പോൾ നമ്മളൊരു പുതിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാണ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഏത് സ്ട്രാറ്റജി ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു, അവരൊരു സ്ട്രാറ്റജി പറഞ്ഞു തന്നു, നമ്മൾ അവരെ വിശ്വസിച്ച് അത് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മളുടെ വിചാരം എന്തായിരിക്കും, നമ്മൾ മാത്രമാണ് ഈ പുതിയൊരു വഴി ഉപയോഗിക്കുന്നത്, അപ്പോൾ നമ്മൾക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ മെൻറ്റർ അവരുടെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാം നമ്മുടെ കോമ്പറ്റേറ്റേഴ്സൊക്കെ ഇതേ സ്ട്രാറ്റജി ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മെൻറ്റർ ആവരുത്. നമ്മൾക്കൊരു ഉപദേശം തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മാത്രമുള്ളതായിരിക്കണം, നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെൻറ്റർ ആയിരിക്കണം. ദെൻ ഷീ ഷുഡ് ബി നോളജബിൾ, കൃത്യമായി നല്ല വിവരമുള്ള ആളായിരിക്കണം. ഏതെങ്കിലും ഒരു മേഖലയെക്കുറിച്ച് നമ്മളൊരു ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ ആ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മൾക്ക് ആദ്യം വേണം. അപ്പോൾ നമ്മളോടൊരു +2 കഴിഞ്ഞ് വന്ന ഒരു കുട്ടി ഏത് കോഴ്സിന് ചേരണം എന്ന് നമ്മളോടൊരു ഉപദേശം ചോദിച്ചാൽ നമ്മൾക്ക് കൃത്യമായി ആ മേഖലയെക്കുറിച്ച് അറിയണം. ഏത് കോഴ്സിന് പോയാൽ എന്ത് ജോലി കിട്ടും, ഏതിനാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്, അത് നമ്മൾക്ക് ആദ്യം അറിയണം, എങ്കിലേ നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതേപോലെയാണ് ഒരു ഗുഡ് മെൻറ്റർക്ക് കൃത്യമായ വിവരമുണ്ടായിരിക്കണം. ദെൻ ഷീ ഷുഡ് ബി വെൽ കണക്റ്റഡ്, നമ്മളുടെ സമൂഹത്തിലുള്ള ഈ ബിസിനസ്സിന് ആവശ്യമായ വ്യക്തികളുമായിട്ട് നല്ല കണക്ഷൻസ് ഉള്ള ആളായിരിക്കണം. കസ്റ്റമേഴ്സായിട്ടാണെങ്കിലും ലെൻഡേഴ്സായിട്ടാണെങ്കിലും ബാങ്കേഴ്സായിട്ടാണെങ്കിലും ടാക്സ് കൺസൾട്ടൻറ്റോ ലോയേഴ്സോ ഇങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ആളുകളുമായി നല്ല കണക്ഷൻ ഉള്ളൊരു വ്യക്തിയായിരിക്കണം മെൻറ്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മെൻറ്ററെയാണ് നമ്മളുടെ മെൻറ്ററായി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരിക്കും, നമ്മളുടെ ബിസിനസ് എങ്ങനെ എവിടെ എത്തിച്ചേരണം, എത്ര സക്സസ്ഫുൾ ആവണം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും, ആ ടീമിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, നമ്മൾ ഏത് ലക്ഷ്യമാണ് ഉള്ളിൽ വെക്കേണ്ടത്, ടഫ് ടൈം വരുന്ന സമയത്ത് ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്, നമ്മൾക്ക് ആവശ്യമുള്ള കണക്റ്റിംഗ് പീപ്പിൾസ് ആരൊക്കെയാണ്, അവരുമായി നമ്മൾ എങ്ങനെ കണക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഉപദേശം വേണ്ട സമയത്ത് നമ്മൾക്ക് നൽകുന്ന ആളായിരിക്കണം നമ്മുടെ മെൻറ്റർ. അതല്ല എങ്കിൽ മെൻറ്ററിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മെൻറ്ററിങ് മൂലം മറ്റ് മേഖലയിലെല്ലാം, അതായത് മറ്റ് റിസോഴ്സുകളെല്ലാം കുറച്ച് വീക്കാണെങ്കിൽ കൂടി ആപ്റ്റ് ടൈമിൽ ആപ്റ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയി മാറുന്ന ഒരുപാട് ബിസിനസ് നമുക്ക് നമ്മുടെ ഇക്കോണമിയിൽ നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ ലാക്ക് ഓഫ് ഗുഡ് മെൻറ്ററിങ് കോസസ് ഫെയിലർ. ബാക്കി എല്ലാ റിസോഴ്സ് ഉണ്ടെങ്കിലും ശരിയായ സമയത്ത് നമ്മൾക്ക് തെറ്റായ തീരുമാനം പറഞ്ഞു തരുന്ന മെൻറ്റർ ആണെങ്കിൽ നമ്മളുടെ പരാജയം ഉറപ്പായിരിക്കും. അപ്പം മെൻറ്ററിങ് സർവീസ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് വളരെ ക്രിട്ടിക്കലായി വിലയിരുത്തി മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിളാണ് എന്ന് മനസ്സിലായി അവരുടെ ക്വാളിറ്റീസൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് വേണം നമ്മളൊരു മെൻറ്ററെ തീരുമാനിക്കേണ്ടത്. ആ മെൻറ്ററുടെ അഡ്വൈസ് മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ അതർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ആക്സസ് ടു ഇൻഡസ്ട്രി, ഈവൻ നോളജ് ഓർ ഇൻഫർമേഷൻ റിസോഴ്സ്, ഫിസിക്കൽ ഓർ മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് ഇമോഷണൽ റിസോഴ്സ്. അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ആക്സസ് ടു ഇൻഡസ്ട്രി ഈവൻസ് ആണ്. ഒരു എൻ്റർപ്രണർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ചും ആ ബിസിനസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ കുറിച്ചും അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുമെല്ലാം കൃത്യമായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഈവൻസുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആ ഇൻഡസ്ട്രിയൽ ഈവൻസിൽ ഇതേപോലെയുള്ള മറ്റ് ഇൻഡസ്ട്രികളെയും അതുപോലെ തന്നെ അവരുടെ സ്ട്രാറ്റജീസിനെയും അവരുടെ പ്രൊഡക്റ്റിനെയും എല്ലാം നമ്മൾക്ക് പരിചയപ്പെടാൻ കഴിയും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ട്രെൻഡിനെ കുറിച്ചും എല്ലാം കൃത്യമായ ധാരണ നമ്മൾക്കുണ്ടാവും. അതായത് ബിസിനസ് അവാർഡ് സെറിമണികൾ, നെറ്റ്വർക്കിംഗ് ഈവൻറ്റുകൾ, കോമ്പറ്റീഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളിലാണ് നമ്മൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഓൻ്റർപ്രണേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഈവൻറ്റ് സീരീസ് ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ യാത്ര.
സ്റ്റാർട്ടപ്പ് ഇന്ത്യ യാത്ര എന്ന് പറയുമ്പോൾ അതിൽ ഒരു സീരീസ് ഓഫ് ഈവൻറ്റ്സ് ആണ്. അതിൽ എന്തിനു വേണ്ടിയാ? സെർച്ച് ഫോർ എന്റർപ്രണറിയൽ ടാലന്റ് ഇൻ ടയർ 1 ടയർ 2 സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ടയർ 1 ടയർ 2 സെക്ടറിൽ പെടുന്ന സിറ്റികളിലുള്ള ആളുകളുടെ എന്റർപ്രണറിയൽ ട്രേഡ്സിനെ കുറിച്ചും അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പരിചയപ്പെടുത്താനാണ് ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യ യാത്ര എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് നോളജ് ഓർ ഇൻഫർമേഷൻ റിസോഴ്സ് ആണ്. പലപ്പോഴും ഒരു ഓണ്ടർപ്രണർക്ക് അദ്ദേഹം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചോ അവരുടെ സ്ട്രാറ്റജിയോ അവരുടെ ഇൻഫ്ലുവൻസോ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല, പുതിയതായി ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരാളായത് കാരണം. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് ലോക്കൽ ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്നോ പ്രൊഫഷണൽ ട്രേഡ് അസോസിയേഷൻസിൽ നിന്നോ സ്മാൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നോ എല്ലാം വിവരങ്ങൾ നേടിയെടുക്കാം. അവരുടെ അസോസിയേഷനുകൾ ഉണ്ടാവും, വ്യാപാര സംഘടനകൾ, അവരിൽ നിന്ന് കൃത്യമായ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ ആ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയും. അതേപോലെ തന്നെ ഇദ്ദേഹം, അതായത് നമ്മുടെ ബിസിനസ്സിന് പുതിയതായിട്ട് വല്ല പാറ്റന്റുകളോ പ്രോസസ്സൊക്കെ നമ്മൾ ഏറ്റവും പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരം അസോസിയേഷൻസുമായി സഹകരിക്കുന്നത് നല്ലതാണ്. ഈ ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ IPR എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഡെഫിനേഷൻ ഒന്നും എവിടെയും ഇല്ല. പക്ഷെ WIPO അതായത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ക്രിയേഷൻസ് ഓഫ് മൈൻഡ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആ ഒരു എന്തെങ്കിലും നവീനമായിട്ടുള്ള ഒരു ആശയ രൂപീകരണം, സജാസ് എന്തൊക്കെയാവാം? ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളാവാം, ലിറ്റററി അതായത് എഴുത്തുകൾ, രചനാപരമായിട്ടുള്ള കാര്യങ്ങളാവാം, ആർട്ടിസ്റ്റിക് വർക്കുകളാവാം, ഡിസൈനുകളാവാം, സിംബലുകളാവാം, നെയിം ആൻഡ് ഇമേജ് ആവാം. ഇതെല്ലാം നമ്മൾ കൊമേഴ്സിൽ ഉപയോഗിക്കുന്നതാവാം. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് രജിസ്ട്രി ഒക്കെ വേണം. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള അസോസിയേഷൻസുമായോ അല്ലെങ്കിൽ കൺസൾട്ടൻസുമായോ നമ്മളുടെ വിവരങ്ങൾ ഷെയർ ചെയ്യണം. ആ വിവരങ്ങൾ നേടിയെടുക്കുകയും വേണം. ദെൻ ഫിസിക്കൽ ഓർ മെറ്റീരിയൽ റിസോഴ്സ് ആണ് നമ്മൾക്ക് അറേഞ്ച് ചെയ്യേണ്ട വേറൊരു റിസോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മെറ്റീരിയൽ, ബിൽഡിങ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ തുടങ്ങിയ യൂട്ടിലിറ്റീസ്, ബിസിനസ് പ്രിമിസസ്, എക്യുപ്മെന്റ്സ്, ഫാക്ടറി സ്പേസ്, ഫർണിച്ചർ, ഫാക്ടറി ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പാസീവ് ആയിട്ടുള്ള റിസോഴ്സുകളാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഫിസിക്കൽ റിസോഴ്സുകൾ അറേഞ്ച് ചെയ്യണം. പലപ്പോഴും പല സ്റ്റാർട്ടപ്പുകളും അവനവന്റെ വീടിന്റെ ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്യാരേജിൽ നിന്നൊക്കെ ആവും ചിലപ്പോൾ പുതിയതായി അവർ രൂപീകരിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ എക്സ്പാൻഷൻ അനുസരിച്ച്, ബിസിനസ് വളരുന്നതിനനുസരിച്ച് അത്തരം റിസോഴ്സുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ വരുന്നത് ഇമോഷണൽ റിസോഴ്സ് ആണ്. ഒരു ഓൺട്രപ്രണർ എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം. ഓരോ സിറ്റുവേഷനെയും കൈകാര്യം ചെയ്യാൻ അവർക്ക് കൃത്യമായ ഒരു നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് അവരിൽ തോന്നണം. അങ്ങനെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവർക്ക് ഉണ്ടാകണമെങ്കിൽ അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, ഫാമിലി, അവരുടെ നെറ്റ്വർക്കുകൾ, അവരുടെ കണക്റ്റിംഗ് ടീം, ഇവർക്കെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇദ്ദേഹത്തിനോട് വേണം. ഒരു ബിസിനസ്സിലുള്ള ടീം വർക്കായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കൃത്യമായ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിലേ ആ സ്ഥാപനം മുന്നോട്ട് പോകുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ഓൺട്രപ്രണർ അദ്ദേഹവുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാവരുമായും നല്ലൊരു ഇമോഷണൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതില് ഒരു ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട്, സെറ്റിംഗ് അപ്പ് എ ബിസിനസ് ഈസ് നോട്ട് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു കേക്ക് പീസ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന പോലെയല്ല നമ്മളൊരു ബിസിനസ് രൂപീകരണം. അതിന് കൃത്യമായി അതിൽ ഇടപെടുന്ന ആളുകളുമായി നല്ല രീതിയിലുള്ള കാമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, പേഷ്യൻ്റ് ഉള്ള, അത്രയും ക്ഷമയുള്ള ഒരു വ്യക്തിയായി ഒരു ഓൺട്രപ്രണർക്ക് മാറാൻ കഴിയണം. അങ്ങനെ മാറണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഇമോഷണൽ
ബാലൻസ് വേണം. അതിന് നല്ലൊരു സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിൽ നിന്ന് കിട്ടണം. അത് ഫാമിലിയിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം, റിലേറ്റീവ്സിൽ നിന്നാവാം, മെൻറ്റേഴ്സിൽ നിന്നാവാം. എങ്ങനെയാണെങ്കിലും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ വേണം. നല്ല രീതിയിലുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത എൻ്റർപ്രണേഴ്സിന് പലപ്പോഴും ഗുഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അത് അവരുടെ ബിസിനസ്സിന്റെ പരാജയത്തിനൊരു കാരണമായി തീർന്നേക്കാം. അപ്പൊ ഈ അതർ റിസോഴ്സുകളെയും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നേടിയെടുത്ത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സിനെ കൃത്യമായി നമ്മൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെയാണ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ നമ്മൾ മൊബിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃത്യമായി മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പൊ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസും നമ്മൾ പറഞ്ഞു, ഇറ്റ് റിക്വയേഴ്സ് കോസ്റ്റ്, അല്ലേ? നല്ലൊരു മെന്ററിങ് സർവീസ് നല്ലൊരു എക്സ്പേർട്ടിൽ നിന്ന് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? കൃത്യമായിട്ട് അതിന് പേയ്മെന്റ് കൊടുക്കണം, അവർക്ക് ഫീസ് കൊടുക്കണം. അപ്പൊ ഈ ഫീസ് നമ്മൾക്ക് പലപ്പോഴും ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും മെന്ററിങ് സർവീസ് ഒക്കെ ഫ്രീ ആയി കിട്ടുമെങ്കിലും അത് ലോങ് ടേം യൂസേജിന് ആവശ്യമാണെങ്കിൽ നമുക്ക് സ്ഥിരമായി ഒരു മെന്റർ എന്നുള്ള രീതിയിൽ അതിന് നമ്മൾക്ക് സേവനങ്ങൾ നൽകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായി വരും? അവർക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൽ ഷെയർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ റിസോഴ്സുകളെ കൃത്യമായി നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഒരു 3A നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ആഡിക്വേറ്റ് റിസോഴ്സ്, അപ്രോപ്രിയേറ്റ് ടൈം, അഫോർഡബിൾ കോസ്റ്റ്. ഏറ്റവും നല്ല എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾക്ക് നല്ല അഡ്വൈസുകൾ കിട്ടണമെങ്കിൽ നല്ല കോസ്റ്റ് ഇൻകർ ചെയ്യും. പക്ഷേ ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ ആ കോസ്റ്റ് എലമെന്റ് വല്ലാതെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം, പക്ഷെ കോസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അഫോർഡബിൾ കോസ്റ്റില് പ്രോപ്പർ ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ പ്രോപ്പർ ടൈമിൽ നമുക്ക് അഡ്വൈസ് കിട്ടണം. അപ്പൊ അത് ഏത് റിസോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്? ആ റിസോഴ്സുകൾ നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ആരിൽ നിന്നാണോ നമ്മൾക്ക് സേവനങ്ങൾ കിട്ടേണ്ടത് അവരുടെ ആ സേവനങ്ങൾ കൃത്യമായ ക്വാളിറ്റിയിൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് കിട്ടണം. അവർക്ക് എത്ര ഫീസ് കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ നമ്മൾക്ക് മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 3 A's ആണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ആഡിക്വേറ്റ് റിസോഴ്സിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അഫോർഡബിൾ കോസ്റ്റിൽ നമ്മൾക്ക് എന്ത് കിട്ടണം? നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലോറിങ് എ മെന്റർ. പലപ്പോഴും നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടായ ഒരു മെന്ററെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. കാരണം സിറ്റീസിലൊക്കെ ഇപ്പൊ മദ്രാസിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ ബോംബെയിലോ അങ്ങനെയൊക്കെയുള്ള സിറ്റികളിൽ ഒരുപാട് സക്സസ്ഫുൾ ബിസിനസ് എന്റർപ്രണേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ സേവനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നും ആവില്ല. എന്നാൽ കുറച്ച് റൂറൽ ഏരിയാസിലാണെങ്കിൽ അവിടെ അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ് സീനിയർ എന്റർപ്രണേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾക്ക് അവരുടെ സേവനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ സീനിയർ എക്സ്പേർട്സിന്റെ അഡ്വൈസ് മാത്രമേ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയാറുള്ളൂ. അപ്പൊ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ പലപ്പോഴും മെന്റേഴ്സായി സെലക്ട് ചെയ്യാറുണ്ട്. കാരണം അവർ എത്രയോ ഓൺട്രപ്രണേഴ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് കണ്ടവരായിരിക്കും. ആ ഇൻക്യുബേഷൻ പീരിയഡ് കഴിയുന്നത് വരെ അവരുടെ പ്രവർത്തനങ്ങൾ വാച്ച് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ നമ്മൾക്ക് എന്തായിട്ട് തിരഞ്ഞെടുക്കാം? ഗുഡ് മെന്റേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം അവരെ നമുക്ക് കൃത്യമായി നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, ഇവരെയൊക്കെ നമുക്ക് മെന്റേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഇങ്ങനെ മെന്റേഴ്സ് ആയി സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ടൈമിൽ കൃത്യമായി നമ്മുടെ ടീം വർക്ക് നമ്മൾക്ക് എൻഷുർ ചെയ്യാൻ കഴിയണം. നല്ലൊരു ബിസിനസ് മോഡൽ നമ്മൾക്ക് കൃത്യമായി അവർ ഉപദേശിച്ച് തന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത സക്സസ് ഉറപ്പാക്കാൻ ഒരു ഓൺട്രപ്രണർ ശ്രമിക്കണം. അപ്പൊ എങ്ങനെയാണ് ഹൗ ടു ചൂസ് എ ഗുഡ് മെന്റർ? നമ്മൾ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞിരുന്നു, ഒരു മെന്റർക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത്? എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ
കടന്നു പോകുന്നത്. ഏറ്റവും ആദ്യമായി an entrepreneur has to decide what are you looking for. ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് ചെയ്യുന്ന ചോദ്യം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു മെന്ററെയാണ് വേണ്ടത്. ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള ഉപദേശങ്ങളാണോ, മാനേജ്മെന്റിനെ കുറിച്ചാണോ, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണോ, അതോ സാഹചര്യങ്ങളെ, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ചൂസ് ചെയ്യുക അതിനു വേണ്ടിയാണോ, മാർക്കറ്റ് ഓഫറിങ്സിനെ വാലിഡേറ്റ് ചെയ്യുകയാണോ, ഏത് രീതിയിലുള്ള സർവീസാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ ആ മേഖലയിൽ സ്കില്ലുള്ള ആളെയാണ് നമ്മൾ എന്തായി തിരഞ്ഞെടുക്കേണ്ടത്, ഒരു മെന്ററായി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അത് തീരുമാനിക്കണം, ഏത് മേഖലയിലുള്ള ആളായിരിക്കണം നമ്മുടെ മെന്റർ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ചെക്ക് ലിസ്റ്റ്. നമ്മൾ കൃത്യമായി ഇത്രയും സ്കില്ലുള്ള ആളുകളെ അവരുടെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും അവരുടെ സ്കില്ലുകളെ കുറിച്ചും ഒക്കെ വ്യക്തമായ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനു വേണ്ട ആളുകളെ എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ഒരു മെന്റർ ആയിരിക്കില്ല എക്സ്പാൻഷൻ സ്റ്റേജിൽ നമ്മൾക്ക് വേണ്ടത്. അപ്പൊ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഇവരുടെ ക്വാളിറ്റീസിൽ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സവിശേഷതകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. അപ്പൊ ആ ചേഞ്ചസിനെ നമ്മൾ ഈ ലിസ്റ്റിൽ അപ്പോ അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ മെന്റർ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ മോർ ദാൻ വൺ മെന്ററുടെ സർവീസ് നേടിയെടുക്കേണ്ടി വരും. കാരണം ഓരോ സാഹചര്യത്തിലും ഓരോ തരത്തിലുള്ള മെന്ററുടെ സർവീസ് ആയിരിക്കും നമ്മൾക്ക് വേണ്ടത്. ദെൻ മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ, അപ്പൊ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എങ്ങനത്തെ മെന്റേഴ്സ് ആണ് ഏതൊക്കെ സ്റ്റേജിലാണ് വേണ്ടത് തീരുമാനിച്ചു. അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ എക്സ്പ്ലോർ സോഴ്സസ്. എവിടെ നിന്നൊക്കെയാണ് ഈ മെന്റേഴ്സിനെ കിട്ടുന്നത്, എവിടെയാണ് നമ്മൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നത്. അതായത് അവരുടെ എബിലിറ്റീസും സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ മാച്ചായി വരണം. അങ്ങനെയുള്ള ആളുകളെ കിട്ടണം. നമ്മൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് മീറ്റിംഗ്സിലോ, ലോക്കൽ ബിസിനസ് മീറ്റിംഗ്സിലോ, ഇൻഡസ്ട്രി അസോസിയേഷനിലോ, ഇൻഡസ്ട്രി കോൺഫറൻസുകളിലോ, സോഷ്യൽ മീഡിയകളിലോ ഒക്കെ നമ്മൾക്ക് ഈ മെന്റേഴ്സിനെ തിരയാം. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മെന്ററെ തിരഞ്ഞെടുക്കാം. നാലാമതായി നമ്മൾ നോക്കേണ്ടത് കോസ്റ്റ് ആണ്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് മെന്റേഴ്സ്. നമ്മൾ തിരഞ്ഞെടുത്ത മെന്റർ, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെന്ററെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എവിടെ നിന്നാണ് കിട്ടേണ്ടതെന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കും. ആ മെന്റർക്ക് എത്ര രൂപ നമ്മൾക്ക് ചെലവ് വരും, അവര് എത്രയാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്, അത് നമ്മൾക്ക് അഫോർഡബിൾ ആണോ, അത്രമാത്രം ബജറ്റ് നമ്മുടെ കയ്യിലുണ്ടോ, ഷോർട്ട് പീരിയഡിനാണോ ഈ ഫീസ് കൊടുക്കേണ്ടത്, ലോങ് പീരിയഡിനാണോ കൊടുക്കേണ്ടത്, ഇവരുടെ കണ്ടിന്യൂസ് സേവനം നമ്മൾക്ക് ആവശ്യമുണ്ടോ, അവരുമായി ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയുമോ, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് തീരുമാനമെടുക്കണം. അതായത് എത്ര രൂപ ചെലവ് വരും, അത് നമ്മൾക്ക് അഫോർഡബിൾ ആണോ എന്ന് തീരുമാനിക്കാം. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രോച്ച് ദ മെന്റർ ആൻഡ് എൻറ്റർ ഇൻടു എ കോൺട്രാക്ട്. നമ്മൾ ഏതാണ് നമ്മൾക്ക് സ്യൂട്ടായ മെന്റർ എന്ന് തീരുമാനിച്ചു, അവരുടെ കോസ്റ്റ് നമ്മൾക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കി ഇവരെ തന്നെ നമ്മൾ സമീപിക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു, നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അവരുമായി ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. അപ്പൊ നമുക്ക് എത്രയാണ് മെന്ററിങ് സർവീസ് വേണ്ടത്, എത്ര കാലത്തേക്കാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എഗ്രിമെന്റിൽ അവരുമായി ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് അവരുടെ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പൊ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ കൃത്യമായി മാനേജ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ്സിന് സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓൺട്രപ്രണർ ഫിനാൻഷ്യൽ റിസോഴ്സ് എത്ര കെയറോടെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സുകളെയും മൊബിലൈസ് ചെയ്യും.